ഹലോ അമ്മ ഒരു മിനിറ്റ്. ഒന്നിങ്ങ് വരുമോ? എന്തിന്? ഒരു മിനിറ്റ്, ഇപ്പൊ പോവാ. ഹായ് ലക്ഷ്മി, എന്നെ ഓർമ്മയില്ലേ? മിട്ടു. മിട്ടോ? അന്ന് പെണ്ണ് കാണാൻ വന്ന. പെണ്ണ് കാണാൻ? അച്ഛനൊക്കെ ആയിട്ട് പെണ്ണ് കാണാൻ വന്ന ശ്രാവൺ കുമാർ. പെണ്ണ് കാണാൻ വന്നു? ലച്ചുവിനെ. മനസ്സിലായി. ഓർമ്മ വന്നല്ലേ? എന്താ ഇവിടെ? അന്ന് പറഞ്ഞില്ലേ ഭർത്താവ് വന്നില്ലെങ്കിൽ എന്നെ കെട്ടാന്ന്. ആ അച്ഛനിങ്ങോട്ട് വിടട്ടെ. എന്തിനി? ഉറപ്പിക്കാൻ. എന്തുറപ്പിക്കാൻ? നമ്മളെ കല്യാണം ഉറപ്പിക്കാൻ. പറ ലച്ചു, പറ. ഇയാളെന്താ ദേഷ്യപ്പെട്ടു വരുന്നു? സമ്മതിച്ചില്ലെന്ന് തോന്നു. പണി പാളി. പോട്ടെ, മിസ് യു. അയ്യേ, ആ തെണ്ടി ഓടിക്കളഞ്ഞു. ലച്ചു, ആരടി അവൻ? ആ ഓടിപ്പോയതിപ്പോ ആരാ? അതാ. നീ കൂടുതലൊന്നും പറയണ്ട, എനിക്കറിയാം. വിട്ടുവല്ലേ അത്? വിട്ടുവല്ലേ അത്? വിട്ടു. നിനക്ക് വിട്ടുവെന്നറിയോ? അതുകൊണ്ടാണ് ഇവൻ എന്റെ ഇത്ര നേരം പുറകെ നടന്നല്ലേ? അത് സംഭവം എന്താന്ന് വെച്ചാലേ, നീ ഗൾഫിലായിരുന്ന സമയത്ത് ഈ മിട്ടുവിന്റെ അച്ഛനും എന്നെ പെണ്ണ് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ശരിയാവുക? അതെങ്ങനെ ശരിയാവാന്ന് വെച്ചാൽ നീ ആ സമയത്ത് ഗൾഫിലായിരുന്നല്ലോ, അതുകൊണ്ട് അപ്പൊ അവരെന്നെ പെണ്ണ് കാണാൻ വന്ന്. എന്നിട്ട് നീ അവനെ കെട്ടിക്കൊള്ളാന്ന് വാക്ക് കൊടുത്തല്ലേ? വാക്ക് കൊടുത്തില്ല? കൊടുത്തില്ലേ? പ്രശ്നം അളിയാ, അമ്മമ്മേ, വിട്ടു. വിട്ടു. എന്താ കാര്യം പറ. എടാ മിട്ടുടാ. ഏത് മിട്ടു? എടാ, ഒരു ദിവസം ഒരു പയ്യനും ഒരു അച്ഛനും കൂടെ എന്നെ പെണ്ണ് കാണാൻ വന്നില്ലേ? ഞാൻ കൊണ്ട് ചായ ഒക്കെ കൊടുത്തായിരുന്നു, ഓർമ്മയുണ്ടാ? അന്ന് ഇവിടെ നമ്മുടെ മറ്റേ ആ മിട്ടു വന്നിട്ടുണ്ടായിരുന്നു. എവിടെ? അത് ഓടിപ്പോയി. അത് ശരി. അപ്പൊ എല്ലാവർക്കും വിട്ടുവിനെ അറിയായിരുന്നല്ലേ? അറിയാ? അല്ല, നിനക്ക് എന്തറിയാവുന്നായിരുന്നു നീ പറഞ്ഞിരുന്നു? നീ അവനെ കെട്ടിക്കൊള്ളാന്ന് വാക്ക് കൊടുത്ത കാര്യം അതിന്റെ അടുത്ത് പറഞ്ഞായിരുന്നു. എന്തോ മോനെ പറയുന്നേ? അമ്മൂമ്മ, ഇതൊന്നും ഞാൻ തീർത്തോട്ടെ, ഒന്ന് സംസാരിക്കട്ടെ. അത് ഞാൻ അങ്ങനെ വാക്ക് കൊടുത്തൊന്നുമില്ല. പക്ഷെ ആ ചെറുക്കൻ എന്നെ ഭയങ്കര ഇഷ്ടമായിരുന്നു സിദ്ധു. എന്റെ അടുത്ത് എന്തൊക്കെ പറഞ്ഞെന്നറിയോ? നീ വന്നില്ലെങ്കിൽ എന്നെയും നമ്മുടെ കൊച്ചിനെ അവൻ പൊന്നു പോലെ നോക്കിക്കോളാം. ആളിത്തിരി മണ്ടനാണെങ്കിലും കുറെ സ്വത്തൊക്കെ ഉണ്ടായിരുന്നു. ഈ പറഞ്ഞ രണ്ടു അളിയനും ഉണ്ടല്ലോ. അളിയാ, സംഭവം എന്താണെന്ന് വെച്ചാല് അളിയ ഉദ്ദേശിക്കും പോലെ അല്ല, ഞാൻ പറഞ്ഞുതരാം. കൂടുതലൊന്നും പറയണ്ട, എനിക്ക് കേട്ടത് മതി. മതി മോനെ, പെണ്ണ് കാണാൻ വന്നു എന്നുള്ളത് സത്യം തന്നെ. പക്ഷെ മോൻ വിചാരിക്കുന്നത് പോലെ അല്ല കാര്യം. മതി അമ്മമ്മ, മതി. ഇനി അമ്മമ്മ കൂടുതലൊന്നും സംസാരിക്കണമെന്നില്ല. നിങ്ങൾ എല്ലാരും കൂടെ അറിഞ്ഞോണ്ട് എന്നെ ചതിക്കുമായിരുന്നല്ലോ. തനിക്കെന്നെ സംശയമാണല്ലേ? അപ്പൊ ഞാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നില്ലായിരുന്നെ നീ അവനെ കെട്ടിയേനെ. ഇതിപ്പോ ഞാൻ വന്നുകൊണ്ട് നടന്നില്ല അല്ലേ? താൻ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അതിനെപ്പറ്റി ചിന്തിച്ചേനെ. എത്രയാന്നും പറഞ്ഞാ കാത്തിരിക്കുന്നത്? നീ മിണ്ടായി ഇറക്കവിടെ. നിങ്ങൾ എല്ലാരും കൂടെ എന്നെ മോനെ, മോൻ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങള്. അപ്പടിയല്ല, ഒന്നും ഇല്ല സിദ്ധു. ഞാൻ വരാൻ ഒരു 5 വർഷം വൈകിന്ന് വെച്ച് നിങ്ങൾ അവക്ക് വേറൊരു കല്യാണം ആലോചിച്ചല്ലേ?